ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, യേശു മനുഷ്യപുത്രനായിരുന്നു. ദൈവത്തിൻ്റെ പുത്രൻ മനുഷ്യരൂപമെടുത്തപ്പോൾ ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ച ഒരു മനുഷ്യനായിട്ടാണ് ഭൂമിയിൽ ജീവിച്ചത്. അതിനാൽ മറ്റേതൊരു നാമത്തെക്കാളും മഹത്തായ ഒരു നാമം പ്രതിഫലമായി പിതാവായ ദൈവത്തിങ്കൽ നിന്നും സ്വീകരിച്ചു. മനുഷ്യർ പാപികളാണ്, നീതിമാൻ ഒരുത്തൻ പോലുമില്ല എന്നാണ് വചനം പറയുന്നത്. റോമർ 6:23 പാപത്തിൻ്റെ ശമ്പളം മരണമെന്നാണ് പറയുന്നു. ഈ അവസ്ഥയിൽ നിന്ന് മനുഷ്യനെ രക്ഷിക്കാൻ ദൈവത്തിന് മാത്രമേ കഴിയൂ. അതിനാൽ യേശു മനുഷ്യനായി. 1 പത്രോസ് 3:18 കേൾക്കൂ. നീതിമാനായ ക്രിസ്തുവും ഒരിക്കൽ നീതികെട്ടവരായ നമ്മെ ദൈവത്തോട് അടുപ്പിക്കേണ്ടതിന് നമ്മുടെ പാപം നിമിത്തം കഷ്ടമനുഭവിക്കുകയും ജഡത്തിൽ മരണശിക്ഷ ഏൽക്കുകയും ആത്മാവിൽ ജീവിക്കപ്പെടുകയും ചെയ്തു. അതേ സഹോദരങ്ങളെ, നമുക്ക് വേണ്ടി യേശു മനുഷ്യനായി. എന്നാൽ ജനിച്ചത് എവിടെയാണ്? ഏറ്റവും മോശമായ സാഹചര്യത്തിൽ, ഒരു കാലിത്തൊഴുത്തിൽ, ചാണകത്തിൻ്റെയും മൂത്രത്തിൻ്റെയും എല്ലാം ഗന്ധമുള്ള ഒരു സ്ഥലത്ത്. കൊട്ടാരമോ ഒരു സാധാരണ സ്ഥലമോ തിരഞ്ഞെടുത്തില്ല. അക്കാലത്തെ ഏറ്റവും മോശമായ പരിസ്ഥിതി. അതുപോലെ തന്നെ യേശുവിൻ്റെ മരണവും, അതിലും കഷ്ടത നിറഞ്ഞ ഒരു മരണം ഇതുവരെയും ആർക്കും അനുഭവിക്കേണ്ടതായി വന്നിട്ടില്ല. ഈ ജനനത്തിനും മരണത്തിനുമിടയിൽ യേശുവിന് മാനുഷിക പ്രകൃതികളായ വിശപ്പ്, മത്തായി 4:2 വായിക്കുക. ക്ഷീണം, യോഹന്നാൻ 4:6 വായിക്കുക. ദാഹം, യോഹന്നാൻ 19:28 ഇവയെല്ലാം ഉണ്ടായിരുന്നു. മത്തായി 4:1 പറയുന്നു, നമ്മെപ്പോലെ സാത്താനാൽ പല പ്രലോഭനങ്ങളും ഉണ്ടായിരുന്നു. ഗത്സമനയിലുള്ള യേശുവിൻ്റെ പോരാട്ടം വേദനാജനകമായിരുന്നു. മത്തായി 26:36 ഇങ്ങനെ പറയുന്നു, ഒരു വേള കഠിനമായ പീഡകളിൽ നിന്ന് രക്ഷപ്പെടാൻ നമ്മെപ്പോലെ യേശുവും ആഗ്രഹിച്ചു, പിതാവിനോട് പ്രാർത്ഥിച്ചു. പക്ഷെ നമ്മെ പ്രതി പിതാവ് ആ പ്രാർത്ഥന കേട്ടില്ല. പകരം പീഡ സഹിക്കാനായിട്ട് ശക്തിപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിൽ നിന്നെല്ലാം യേശു ഒരു പൂർണ്ണ മനുഷ്യനായിരുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. പിതാവിൻ്റെ മുമ്പാകെ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കാൻ യേശുവിൻ്റെ മാനുഷിക അനുഭവം യേശുവിനെ പ്രാപ്തനാക്കി. എബ്രായർ 2:18 വായിക്കുക. അവിടുന്ന് പ്രലോഭിതനായി കഷ്ടമനുഭവിച്ചതിനാൽ പ്രലോഭിക്കപ്പെടുന്നവരെ സഹായിക്കാൻ ശക്തനുമാണ്. എബ്രായർ 7:25 കേൾക്കൂ. തന്മൂലം യേശു മുഖാന്തരം ദൈവത്തോട് അടുക്കുന്നവർക്ക് വേണ്ടി മാധ്യസ്ഥം ചെയ്യാൻ അവിടുന്ന് സദാ ജീവിക്കുന്നു. അതിനാൽ അവരെ സമ്പൂർണ്ണമായി രക്ഷിക്കാൻ അവിടുന്ന് പ്രാപ്തനാകുന്നു. പുനരുത്ഥാനത്തിന് ശേഷം ഒരു മനുഷ്യ ശരീരം യേശുവിനുണ്ട്. അപ്പോസ്തലപ്രവൃത്തികൾ 7:55 സ്റ്റെഫാനോസ് ദൈവത്തിൻ്റെ വലത്തുഭാഗത്ത് യേശു മഹത്വത്തിൽ നിൽക്കുന്നത് മനുഷ്യപുത്രനായിട്ടാണ് കാണുന്നത്. പുനരുത്ഥാനത്തിന് ശേഷം യേശുവിനെ കണ്ട ശിഷ്യന്മാരോട് യേശു പറയുന്നത് ശ്രദ്ധിക്കൂ. ലൂക്കോസ് 24:39 എൻ്റെ കൈകളും കാലുകളും ശ്രദ്ധിച്ചു നോക്കുക. എനിക്കുള്ളതായി നിങ്ങൾ കാണുന്ന പോലെ ഭൂതത്തിന് മാംസവും അസ്ഥികളും ഇല്ലല്ലോ. ഇത് പറഞ്ഞിട്ട് യേശു തൻ്റെ കൈകളും കാലുകളും അവർക്ക് കാണിച്ചു കൊടുത്തു. യേശു ക്രിസ്തുവിന് ഇപ്പോഴും മഹത്വത്തിൽ ഒരു മനുഷ്യ ശരീരമുണ്ട്. മത്തായി 26:64 വായിച്ചാൽ മനുഷ്യപുത്രൻ വീണ്ടും ആകാശമേഘങ്ങളിൽ വരുമെന്ന് പറയുന്നു. ഫിലിപ്പർ 3:20-21 പറയുന്നത് യേശുവിൻ്റെ വരവിൽ നമ്മുടെ ശരീരങ്ങൾ യേശുവിൻ്റെ സ്വന്തമായ രൂപത്തിലേക്ക് രൂപാന്തരപ്പെടുത്തുമെന്നാണ്. അതിനാൽ സഹോദരങ്ങളെ, മനുഷ്യപുത്രനായ യേശുവിൻ്റെ വരവെങ്കിൽ യേശുവിൻ്റേതുപോലെയുള്ള ശരീരം സ്വീകരിക്കാൻ നമുക്ക് കാത്തിരിക്കാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.